പിടിച്ചവരിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളോട് സംസാരിച്ച ബ്രദർ രാജു പടമുഖം ജീവിതാനുഭവങ്ങളുടെ രണ്ടാം ഘട്ടം നമ്മളോട് ഇന്ന് വീണ്ടും സംസാരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ കുടുംബം, ഭാര്യ, 3 മക്കൾ അടങ്ങുന്ന ഒരു കുടുംബം, അവർ തന്നെ ജീവിച്ചു പോകാൻ വളരെ ഞെരുങ്ങുന്ന, ബുദ്ധിമുട്ടുന്ന ഒരു സമയം. ഒരു വളരെ ചെറിയ പലചരക്ക് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം കഷ്ടിച്ച് ജീവിതമാർഗമായി മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്താണ് അനാഥരായിട്ടുള്ള സുബോധമില്ലാത്ത മനുഷ്യരെ സ്വന്തം വീടിനോട് ചേർന്ന് ഒരു കുഞ്ഞ് ആലയം പണിത് അതിൽ സംരക്ഷിക്കുവാനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ കുടുംബക്കാരും നാട്ടുകാരുമൊക്കെ ഇവന് ശരിക്കും വട്ടുപിടിച്ചു എന്ന് തന്നെ കരുതി. പലരും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹവും ഉള്ളിൽ അടങ്ങാത്ത ആ അഗ്നിയും ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു 1995. ഇന്ന് ഏതാണ്ട് 3500-ലധികം അന്തേവാസികൾ അവിടെ വന്ന് കടന്നുപോയി. ഇപ്പോൾ നിലവിൽ 350-ലധികം രോഗികൾ അവിടെയുണ്ട്. ഒപ്പം തന്നെ 52ഓളം കുഞ്ഞുങ്ങൾ, 1-ാം ക്ലാസ് മുതൽ നഴ്സിംഗ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക വിഭാഗമായി. അങ്ങനെ വലിയ ഒരു പ്രസ്ഥാനം, സ്നേഹമന്ദിരം, അത് മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ആ രണ്ടാം ഘട്ടത്തിലേക്ക് ബ്രദറെ വീണ്ടും സ്വാഗതം. വളരെ അതിശയകരമായിട്ടാണ് അങ്ങയെ ദൈവം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എതിർപ്പുകളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും നിന്നു പോകും, എന്നെക്കൊണ്ടിത് നടക്കത്തില്ല, അങ്ങനെയൊക്കെ തോന്നിയ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യനായതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും ബ്രദറെ. കാരണം ഞാനിത് ചെയ്യുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇതെൻ്റെ കടമയാണ്. പൗലോസ്ലീഹ പറയുന്നില്ലേ, സുവിശേഷം പ്രസംഗിക്കുക എൻ്റെ കർത്തവ്യമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇത് മനുഷ്യരാരും പറഞ്ഞിട്ട് ചെയ്തതല്ല സ്നേഹമന്ദിരത്തിൻ്റെ പ്രവർത്തനം. ദൈവം തോന്നിച്ചിട്ട് ചെയ്യുന്നതാണ്. ആരും നിർബന്ധിച്ചിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടോ. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ തമ്പുരാൻ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു ക്രിസ്തു എനിക്ക് ബോധ്യമായി എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ചെറുപ്പത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ മകന് പ്രസവത്തിന് ഭാര്യ പോയ അവസരത്തിൽ ഞാൻ പ്രാർത്ഥനയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രി പകലും മുഴുവൻ കൃഷിപ്പണി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനുശേഷം ഞാൻ പടവത്ത് വരുന്നതിന് മുമ്പായിട്ടുള്ള സംഭവമാണ്. ആ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ധ്യാനം വന്ന്, എനിക്കൊന്ന് കളത്തിലച്ഛൻ്റെ ധ്യാനമാണ് പോയി കൂടിയത്. അപ്പോൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പം കൂടിക്കഴിഞ്ഞിട്ട് എനിക്ക് നിലക്കാത്ത, പ്രാർത്ഥിക്കാതെ ഒരു നിമിഷം പോലും ഇരിക്കത്തില്ല. അത്രയും ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് രാത്രിയിൽ, അപ്പം ഞാൻ കിടക്കുന്ന മുറിയിൽ ഞാൻ അന്ന് താമസിക്കുന്ന വീട്ടിൽ കറണ്ടോ വെളിച്ചമൊന്നുമില്ല, മണ്ണെണ്ണ വിളക്കാണ്. ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. സാധാരണ ഞാനൊരു 11 മണി വരെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയറി കിടന്നുറങ്ങാറുള്ളത്. ഒരിക്കലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഭയങ്കര ആനന്ദം പ്രാർത്ഥനയ്ക്ക്. അന്ന് ആ പ്രാർത്ഥനിച്ച് അങ്ങനെ ഇത് നോക്കുമ്പോൾ ഏകദേശം ഒരു 2-2:30 ആ സമയം അത്രയും ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച്, ഈ സ്തുതിപ്പിൻ്റെ സുഖത്തിലിങ്ങനെ ഞാനിരിക്കുമ്പോൾ 2:30 വരെ പകൽ മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. നല്ല പണിയൊക്കെ എടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാര്യയ്ക്കൊക്കെ അത് അത്ര ഇഷ്ടപ്പെടുമോ? കാരണം ഇത് സ്വാഭാവികമല്ലല്ലോ. ഇതൊരു അല്പം സൂപ്പർ നാച്ചുറൽ ആണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കാരണം ഇങ്ങനെ രാത്രി 2 മണി വരെയൊക്കെ ആ പ്രാർത്ഥനയിൽ ഒരു ആനന്ദം കണ്ടെത്തുക, ഉറക്കവും മറന്ന് ബാക്കി എല്ലാം വിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു എതിർപ്പുകളൊക്കെ വരുമല്ലോ. പ്രാർത്ഥിക്കുന്നതിന് അങ്ങനെയൊരു ബുദ്ധിമുട്ടൊന്നും ഷൈനിയിലില്ലായിരുന്നു. അതുമാത്രമല്ല, ഞാൻ അന്ന് ഈ പ്രാർത്ഥന നടക്കുന്ന കാലഘട്ടം ഞാൻ മലബാറിലുമാണ്. ഷൈനി പ്രസവത്തിനായി വീട്ടിൽ പോയിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഒരു ആനന്ദമാണ്. അമ്മ പ്രാർത്ഥിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് അമ്മയുടെയും കാർന്നവന്മാരുടെ ആ പ്രാർത്ഥനയുടെ
അതിൽ നിന്നാണ് ഈ അയോഗ്യനായ എനിക്ക് ഇങ്ങനെയൊരു ഭാഗ്യത്തിലേക്ക് എന്നെ ഈ ദൈവം വിളിച്ചു എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. രാജുവർദ്ധൻ്റെ മറ്റ് സഹോദരങ്ങൾക്കൊക്കെ ഇതിനോട് താല്പര്യമായിരുന്നു. ആദ്യ കാലഘട്ടം ഇവരൊക്കെ എന്തായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിലും ഇന്ന് മുഴുവൻ പേർക്കും അതൊരു വലിയ അഭിമാനമായി. ഒരു മകൻ, അവരുടെ ഒരു സഹോദരൻ ദൈവമഹത്വത്തിന് പോകുന്നെന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഏറെ സന്തോഷമാണ്. മുഴുവൻ പേര് അവരിൽ നിന്ന് വലിയ സപ്പോർട്ടുണ്ട്. അവരുടെ സഹോദരങ്ങളിൽ ഒരാൾ എനിക്ക് എന്താ പറയുന്നത്, എല്ലാ മാസവും 1-ാം തീയതി അവൻ്റെ വകയെ അവിടുത്തെ ഒരു നേരത്തെ ഭക്ഷണം. കടങ്ങൂരാണ് താമസിക്കുന്നത്, സജി എന്ന പേര്. അങ്ങനെ കാരണം അതുപോലെ സഹോദരിമാരൊക്കെ ആണെങ്കിലും അവരൊക്കെ ഇറ്റലിക്ക് പോകാനിട വന്നു. അവരൊക്കെ എവിടെ പോയാലും അവരെങ്ങനെയെങ്കിലും കുടുംബത്തിൽ നിന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ആരുടെയെങ്കിലും 1-2 പേരുടെ ഭക്ഷണം കിട്ടാറുണ്ട്. അങ്ങനെ ഈ ജ്ഞാനായ സമുദായം പൊതുവെ വളരെ സഹോദര സ്നേഹം, പ്രത്യേകിച്ച് സ്വന്തം രക്തത്തിൽപ്പെട്ടവരോട് അങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ സമുദായത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാരണം ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം ദൈവം ഓരോരുത്തരെയും പ്രത്യേക രീതിയിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ജ്ഞാനായി മകനായി ഈ ഭൂമിയിൽ ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് തന്നെയാകാം എനിക്ക് തോന്നുന്ന ഈ കോട്ടയം ജില്ലയിലൊക്കെ ഞാൻ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ചില അമ്മച്ചിമാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ പിള്ളേരോ മക്കളൊക്കെ അമേരിക്കയിലോ UK-ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വിദേശത്ത് പോയിട്ട് വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അമ്മയ്ക്കൊരു കൈമടക്ക് പോലെ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവർ പറയും, കിട്ടിയിരിക്കുന്ന പൈസ ഈ അമ്മച്ചിമാർ പൊതിഞ്ഞു വെക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ സ്നേഹത്താഴ്വര ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ സ്നേഹത്താഴ്വര വഴി സ്നേഹമന്ദിരത്തെ അറിയാമല്ലോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മച്ചിമാരെന്ത് ചെയ്യും, ഈ പൈസ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് പറയും, എടാ നമ്മളിൽപ്പെട്ട ഒരു ചെറുക്കൻ ഇടുക്കിയിൽ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ജ്ഞാനായി അമ്മച്ചിമാർ ഈ പൈസ മാറ്റി വെച്ചിട്ട് എന്നെ വിളിക്കും. കോട്ടയത്ത് എവിടെയെങ്കിലും വരുമ്പം ഇതിലേക്കൂടിയൊക്കെ ഒന്ന് വരാമോ എന്ന് ചോദിച്ച് ഈ മാസികയിലെ ഫോൺ നമ്പർ വെച്ച് എന്നെ വിളിക്കും. അങ്ങനെ ഒരുപാട് പേര് കണക്കില്ലാത്ത രീതിയിൽ അവരൊരു സപ്പോർട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. വലിയ മനസ്സുള്ളവരാണ് ജ്ഞാനായിക്കാർ. ഇച്ചിരി ഞാനടക്കമുള്ളവർക്ക് ഇച്ചിരി മുൻകോപം ഉണ്ടെങ്കിലും ഭയങ്കരം മനസ്സുണ്ട്. ഇല്ല, ദൈവാനും ചെറുപ്പകാലത്ത് ഞാൻ മദ്യപാനം നടത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചെറുപ്പകാലത്തിൽ എനിക്ക് തോന്നുന്നത് ഈ വിശ്വാസത്തിലെ ഈ കല്യാണമൊക്കെ കഴിക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഒരു ബിയറും ഒക്കെ കഴിച്ച കാലഘട്ടമൊക്കെ ഉണ്ട്. ആ കാലഘട്ടം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് അവരുടെ ഒരു പ്രത്യേകത എനിക്ക് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ എടുത്തുചാട്ടക്കാരാണേലും അവർ സഹായിക്കുന്ന കാര്യത്തിനകത്ത് മടിയില്ലാത്തവരാ ജ്ഞാനായിക്കാരെന്ന് എനിക്ക് അഭിമാനം. അതുകൊണ്ട് തന്നെ എന്നോട് കോട്ടയത്തുള്ള സഹോദരങ്ങളൊക്കെ പറയും, ജ്ഞാനായിക്കാരുടെ സപ്പോർട്ട് ബ്രദറിന് വലുതല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയും അത് ദൈവത്തിൻ്റെ പദ്ധതി. ഈ ആൾക്കാരുടെ അന്തേവാസികളുടെ എണ്ണം കൂടിയപ്പോഴേ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടി വരുമല്ലോ. അപ്പോൾ പുതിയ കെട്ടിടങ്ങളൊക്കെ പണിയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കെട്ടിടങ്ങളൊക്കെ പണിയാനായിട്ട് എങ്ങനെയാണ് സാഹചര്യങ്ങൾ ഒരുങ്ങിയത്? പല വ്യക്തികൾ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വലിയ കെട്ടിടങ്ങളൊക്കെ ആയോ? 90% സർക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം സർക്കാർ നമുക്ക് ഇപ്പം 300 പേർക്ക് അംഗീകാരം കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ തരണമെങ്കിൽ അവർ വന്ന് ഈ കെട്ടിടത്തിൻ്റെ പ്ലേസ് എല്ലാം അളന്നു നോക്കിയിട്ട് അതിൽ നിന്ന് ആ സൗകര്യം അനുസരിച്ചാണ് ഇവർ രജിസ്ട്രേഷൻ തരുന്നത്. രജിസ്ട്രേഷൻ്റെ അല്ലാതെ അവർ ചുമ്മാ ചാടി കയറിയൊന്നും തരത്തില്ല. സർക്കാരിലെല്ലാം നോക്കി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സ്നേഹമന്ദിരത്തിന് അവർ കണ്ടിട്ടാണ് അംഗീകാരമൊക്കെ തന്നത്. ഈ സ്നേഹത്താഴ്വര എന്ന പേരിലൊരു മാസിക അങ്ങ് തുടങ്ങിയല്ലോ, അത് തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു? അത് തുടങ്ങാനുള്ള പ്രചോദനം ഇതാണ് ബ്രദറെ. അത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ വചനോത്സവ മാസികയിൽ 99 കാലഘട്ടമാണെന്ന് തോന്നുന്നു, 98-99 കാലഘട്ടത്തിൽ വചനോത്സവ മാസിക അന്ന് 6 ലക്ഷം കോപ്പി ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. കാരണം പല
ഭാഷകളിലായിട്ട്. അപ്പം ആ സമയത്ത് ഈ സ്നേഹമന്ദിരത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നായിരുന്നു. ആ ആർട്ടിക്കിൾ വന്നപ്പം തിരുവനന്തപുരത്ത് വെട്ടിക്കാട് ഇടവകയിൽപ്പെട്ട ഒരു ലാസർ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അന്ന് ലെൻസിന് ക്യാൻസർ രോഗമാണ്. അദ്ദേഹം സിംഗപ്പൂർ കുറേ വർഷം ഉണ്ടായിരുന്നു പറയുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ മാസിക വായിച്ച് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കോട്ടയത്ത് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചു. അന്ന് എൻ്റെ ഫോൺ നമ്പർ എങ്ങാണ്ട് ഈ മാസികയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്നേഹമന്ദിരത്തിൽ വന്ന് ഒരാഴ്ച താമസിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, ബ്രദറിന് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്നാന്ന് ചോദിച്ചു. അന്ന് എനിക്കൊരു 2.5 ലക്ഷം രൂപയുടെ ഒരു ചെറിയ മിനി ആംബുലൻസ് മേടിച്ചു തന്നായിരുന്നു. 2-3 ആയെന്ന് തോന്നുന്നു, ഒരു മിനി. രണ്ടാമത് എന്നോട് അദ്ദേഹം പറയുവാണ്, ഈ സ്നേഹമന്ദിരത്തിൽ നിന്നൊരു സ്നേഹത്താഴ്വര ആധ്യാത്മിക മാസിക ഇറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഈ തരുന്ന പൈസ ആരോടും പറയണ്ട എന്ന് പറഞ്ഞ്, ഒത്തിരി പൈസയൊന്നുമില്ല, പക്ഷെ ഒരു പൈസ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞ്, മോന് ഈ ഒരു ആത്മീയ മാസിക ഇവിടുന്ന് ഇറക്കണം എന്നും പറഞ്ഞ് തന്നു. ഞാൻ വേഗം അത് കഴിഞ്ഞ് 2 വർഷക്കാലം ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. 2 വർഷം പ്രാർത്ഥിച്ചു. അങ്ങനെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിന് പോയി. പറഞ്ഞല്ലോ, ഇപ്പം മലയാള മനോരമയ്ക്കും ഈ രജിസ്ട്രേഷൻ കിട്ടുന്നത് ഡൽഹിയിൽ നിന്നാണ്. അതുപോലെ സ്നേഹമന്ദിരത്തിനും ശാലോമിനും ഒക്കെ ഒരേ സ്ഥലത്തു നിന്ന് രജിസ്ട്രേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യത്തിന് പോയി. അങ്ങനെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായിട്ട് സ്നേഹത്താഴ്വര എന്ന പേരിൽ 5000 കോപ്പി സർക്കുലേഷൻ അടിച്ചു. എല്ലാ മാസവും ഉണ്ടായിരുന്നു. എല്ലാ മാസവും ഇപ്പോഴും. കാരണം 50 പൈസയ്ക്ക് ഇന്ത്യ മുഴുവൻ ഒരു കോപ്പി പോകണമെങ്കിൽ മന്ത്ലി 30 ദിവസത്തിനുള്ളിൽ ഒരു മാസിക അല്ലെങ്കിൽ പ്രസിദ്ധീകരണം ഇറങ്ങണമെന്നാണ് പറയുന്നത്. എന്തായാലും വേണ്ടിയില്ല, ഇന്ന് 32,000 കോപ്പിയുണ്ട്. കോട്ടയം ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി ജില്ല ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് കുറേ പേരിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ വായിക്കുന്നുണ്ട്. ഈ മാസികയ്ക്ക് വേണ്ട മാറ്ററുകളൊക്കെ എവിടെ നിന്ന് തയ്യാറാക്കുന്നു? ഇഷ്ടംപോലെ ആൾക്കാർ അയച്ചു തരുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ സ്നേഹമന്ദിരത്തിലെ രോഗികളായി വന്നിരിക്കുന്നവർ പോലും മാസികയിൽ ഇറങ്ങുന്നുണ്ട്, എഴുതുന്നുണ്ട്. പ്രിൻറ്റിങ് ഇപ്പം ചെയ്യുന്നത് എറണാകുളത്തു നിന്ന് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന വിയാനി പ്രസ് നിന്നാണ് ചെയ്യുന്നത്. ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയത്? അതായത് ഈ നമ്മുടെ സ്നേഹമന്ദിരത്തിൻ്റെ അന്തേവാസികളുടെ ആവശ്യങ്ങളും അപ്പോൾ ഈ മാസിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു 2-2.5 വർഷം എങ്ങനെ തരണം ചെയ്തു? കോവിഡ് കാലത്ത് എനിക്ക് 200 പേർക്ക് ഒന്നിച്ച് കോവിഡ് വന്നു. ആർക്കും ജീവഹാനിയൊന്നും ദൈവാനുവദിച്ച് സംഭവിച്ചില്ല. ഒരാൾക്കും ജീവഹാനി ഉണ്ടായില്ല. ഇല്ലില്ല. എല്ലാവരും അടുത്തടുത്ത് തന്നെ കെട്ടിടങ്ങളിലൊക്കെ മാറി. പിന്നെ ആ സമയത്ത് മുഴുവൻ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാർ വളരെ കാണിച്ചു വന്നു. പിന്നെ അന്ന് ഇരുന്ന ജില്ലാ കലക്ടർ, അദ്ദേഹം ഭയങ്കര മനസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് പരിശോധിക്കണമല്ലോ കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെലവിൽ അദ്ദേഹം സർക്കാർ ചെലവിൽ ഈ സ്നേഹമന്ദിരത്തിലുള്ള 350 പേരെയും പരിശോധിച്ചു. അത് കഴിഞ്ഞ് കോവിഡ് ഇല്ല എന്ന് നെഗറ്റീവായ കോവിഡ് ഉണ്ടെന്നുള്ള അന്ന് ഞാൻ പറഞ്ഞില്ലേ 200 ചില ഈ 350 പേരിൽ 200 പേർക്ക് ഒന്നിച്ച് കോവിഡ് വന്നു. ആ സമയത്ത് പിന്നെ കോവിഡാണെന്ന് അറിഞ്ഞപ്പോഴത്തേനും ആൾക്കാരൊക്കെ നമ്മുടെ അയലോക്കത്തൊക്കെ ഉള്ളവർ ഭയങ്കര സഹകരണമായിരുന്നു. നമ്മുടെ സ്നേഹമന്ദിരത്തിൽ വളരെ സപ്പോർട്ടായിരുന്നു. അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവർ ഒക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ കോവിഡ് ഉണ്ടോയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം വാട്സപ്പിലൊക്കെ സ്നേഹമന്ദിരത്തിൽ ഇങ്ങനെ കോവിഡ് വന്നു. അന്നേരം ആൾക്കാരിങ്ങനെ അറിഞ്ഞ് അതിനൊരു കുറവും വരുത്താത്ത രീതിയിൽ എല്ലാത്തിലും ഒരു സർക്കാരിൻ്റെ വലിയ സപ്പോർട്ട് അന്ന് കിട്ടി. ഭക്ഷണത്തിനൊന്നും കാര്യമായ ഒരു കുഴപ്പവും വന്നില്ല. അവിടെയൊക്കെ ദൈവം ഭയങ്കര അത്ഭുതമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതം ഓരോ ദിവസവും കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ കുടുംബത്തിൻ്റെയൊക്കെ സപ്പോർട്ട് എങ്ങനെ? നമ്മുടെ പറഞ്ഞല്ലോ, ഇവൻ വല്ലോ ശ്രീപുത്തിനെ പോലെ വല്ലതും ആയി പോവുമോ, എല്ലാം ഉപേക്ഷിച്ച് പോവുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മനസ്സിലായി, എല്ലാം ഒന്ന് ഫ്ലവറിഷ് ആയല്ലോ.
അപ്പോൾ എങ്ങനെ ഇപ്പോൾ സപ്പോർട്ടൊക്കെ? ഇപ്പോഴത്തെ സപ്പോർട്ട് പറഞ്ഞാൽ സത്യത്തെങ്കിൽ ഞാനിപ്പോൾ സ്നേഹമന്ദിരത്തിൽ ഇല്ലെങ്കിലും എന്നെ കഴിഞ്ഞ് നന്നായി എൻ്റെ ഭാര്യ ഷൈനി കാര്യം വളരെ ഭംഗിയാക്കി ചെയ്യും. ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഇളയ മകൾക്കന്ന് അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു. അവൾ 4ആണോ 2 അവളാണ് ഈ പിള്ളേരെയൊക്കെ നയിച്ചുകൊണ്ട് സ്കൂളിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നു. ഈ 54ഓളം കുട്ടികളവിടെ ഉണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളെ എവിടെ നിന്ന് കിട്ടുക? കുഞ്ഞുങ്ങളെ ഇപ്പം നേരത്തെ ആദ്യ കാലഘട്ടത്തിൽ ഓരോരുത്തർ വിളിച്ചു അങ്ങനെയൊന്ന് അത്രയും സ്ട്രോങ് ആയ രജിസ്ട്രേഷനിലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ചൈൽഡ് ലൈനിൻ്റെ നിയമപ്രകാരമാണ്, സർക്കാരിൻ്റെ ഒരു നിയമമാണല്ലോ കുട്ടികളുടെ കാര്യത്തിനകത്ത് വളരെ വ്യക്തമായ രീതിയിലാണ്. അപ്പം അതൊക്കെ ഒരു പരിധിവരെ എല്ലാം നല്ല കാര്യങ്ങളാണ്. പിള്ളേർ കൂടുതലും വരുന്ന വീട്ടിൽ സുരക്ഷിതരല്ലാത്തവർ, അങ്ങനെയുള്ളവരിങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തെത്തും അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ചൈൽഡ് ലൈനിൽ നിങ്ങൾ പോയാൽ മതി, ഈ സ്ഥാപനത്തിൽ എടുത്തോളാം, സ്നേഹമന്ദിരത്തിൽ എടുത്തോളാം എന്ന് പറയുമ്പോൾ അവരവിടെ ചെന്ന് കഴിയുമ്പോൾ അവരൊരു ലെറ്റർ കൊടുത്തു വിടും. അപ്പം അങ്ങനെയാണ് ഇപ്പം അവിടെയുള്ള മുഴുവൻ പിള്ളേർക്കും ചൈൽഡ് ലൈനിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മുഴുവൻ കുട്ടികളെ എടുത്തിരിക്കുന്നത്. ഇവർക്കൊക്കെ വീടുകളും അല്ല അപ്പനമ്മമാരും മറ്റു സാഹചര്യങ്ങളൊക്കെ ഉള്ളവരാണോ, അതോ ഈ തെരുവിൽ നിന്ന് കിട്ടിയ അങ്ങനത്തെ അവസരമുള്ളവരുണ്ടോ? ഒന്നുമില്ലെങ്കിൽ അപ്പൻ്റെ സാന്നിധ്യം കുടുംബത്തിലില്ലാതെ വരിക, അല്ലെങ്കിൽ മരിച്ചു പോവുക, അങ്ങനെ പല രീതിയിലും ഉള്ള പിള്ളേരാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രദറിൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടേ ആക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഒരു രീതിയിൽ ഇവരായിരിക്കുന്ന രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട സാഹചര്യമില്ലാത്ത കുഞ്ഞുങ്ങളാണ് സ്നേഹമന്ദിരത്തിൽ വന്നപ്പെടുന്നവർ. എല്ലാവരും നല്ല, എനിക്ക് പറയാനുള്ളത് എന്നെ കഴിഞ്ഞ് നല്ല കുഞ്ഞുങ്ങളാണ് അവർ വരുന്നവരും. അവർ നിഷ്കളങ്കരും. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു കുഞ്ഞുങ്ങളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വിഷമോ അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല. സ്നേഹബന്ധത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം കിട്ടാത്ത കുറവേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് എത്രയോ കുഞ്ഞുങ്ങൾ ഈ മയക്കുമരുന്നിന് അടിമകളാകുന്നു. എല്ലാം ഒരുവിധം കൊള്ളാവുന്ന വീടുകളിലെ വരുന്ന പിള്ളേരാണ്. വീട്ടിലൊന്നും വലിയ ഭക്ഷണത്തിനോ കാര്യങ്ങൾക്കോ സാമ്പത്തികത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജനിച്ചു വളരുന്ന പിള്ളേരാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അടിമകളായിത്തീരുന്നത്. എന്നാൽ ഇതുപോലെ ആരും നോക്കാനില്ലാതെ സഹായിക്കാനില്ലാതെ വളരാനുള്ള സാഹചര്യമില്ലാതെ അങ്ങനെയൊക്കെ അനാഥമാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ സ്നേഹമന്ദിരത്തിൽ നിന്ന് അവർ പഠിച്ച് സമൂഹത്തിന് ഒരു മാതൃകയായി, കുടുംബത്തിന് അത്താണിയായി, അങ്ങനെയൊക്കെയുള്ള ധാരാളം അനുഭവങ്ങൾ അല്ലേ, പഠിച്ച് നല്ല നിലയിലെത്തിയിട്ടുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ അല്ലേ? അതെ അതെ. അപ്പോൾ അവർ അങ്ങനെയുള്ള പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ 9ാം ക്ലാസ്സിലും 10 വളരെ വല്ലാത്ത സ്റ്റേജിൽ വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവിടുത്തെ സ്കൂളിലെ പിള്ളേർക്ക് വലിയ ഹൈ ലെവൽ മാർക്കൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ ഇപ്പം പുതിയ ഹൈ ലെവൽ മാർക്കൊന്നും ഇല്ലാതെ പക്ഷേ അതുങ്ങളോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അതുങ്ങൾ നന്നായി ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കുഞ്ഞുങ്ങളാരും നശിച്ചു പോകത്തില്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത്രയും സ്നേഹമാണ് അതുങ്ങൾക്കുള്ളത്. കാരണം അതുങ്ങൾ ഈയിടെ ഒരു കൊച്ചിനെ ധ്യാനം കൂടാൻ പോയിട്ട് കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പറയാം എനിക്ക് ഒന്നുകൂടെ ഒരു ധ്യാനം കൂടെ കൂടണമെന്ന്. അത്രയും കാഴ്ചപ്പാട്, നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിലും നല്ല കാര്യങ്ങളിൽ ബോധ്യപ്പെടുന്നതിലും വളരെ ഞാൻ പറഞ്ഞില്ലേ, അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ കുറേയെങ്കിലും മനസ്സിലാക്കാനായിട്ട് മനുഷ്യരില്ലാത്തത് കൊണ്ടായി പലരിപ്പോഴും ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയാകാൻ ഇടവരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ അങ്ങേക്ക് വാസ്തവത്തെ പ്രചോദനമായത് അത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണല്ലോ, സുവിശേഷമാണല്ലോ ശരിക്കും ഇതിൻ്റെ ഊർജം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നുവെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഈ സുവിശേഷം
ഇത് പ്രഘോഷിക്കുന്ന കാര്യത്തിൽ അങ്ങേക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നോ? അങ്ങനെ സുവിശേഷ പ്രസംഗനായിരുന്നോ വാസ്തവത്തിൽ? സത്യത്തിൽ എൻ്റെ ആഗ്രഹം ഇത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അനാഥാലയം തുടങ്ങാൻ നിവൃത്തിയില്ലാത്തവൻ ഒരു സുവിശേഷകനാകുക എന്ന ചിന്ത മാത്രമേ ഉള്ളല്ലോ. പക്ഷേ അങ്ങനെയുള്ള ചിന്ത വന്നെങ്കിലും എനിക്ക് ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞങ്ങ് ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവില്ല, പാടുമില്ല. കർത്താവ് എസെക്കിയേൽ പറഞ്ഞ പോലെ ഞാൻ സ്കൂളിലൊന്നും പോകാത്ത പാഠമില്ലാത്ത ഒരു മനുഷ്യനാണ്, അയോഗ്യനായ എന്നൊക്കെ പറഞ്ഞ് നീ അതൊന്നും കർത്താവ് ഈ അയോഗ്യൻ്റെ നാവിൽ തൊട്ടു എന്ന് എനിക്കൊന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ കർത്താവ് ഇടവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സുവിശേഷം ഇപ്പം സ്നേഹമന്ദിരത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു കോവിഡിന് മുമ്പായിട്ട് മാസത്തിൽ 1-2 ധ്യാനങ്ങൾ സ്നേഹമന്ദിരത്തിലുള്ള സൗകര്യത്തിൽ നടന്നുകൊണ്ടിരുന്നു. അത് പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത്, പിന്നെ കുട്ടികൾക്ക് സബ് സോണിൻ്റെ ഇപ്പം അവിടെ കഞ്ഞി വെക്കാനിരിക്കുന്നവരൊക്കെ അത്യാവശ്യം സഹായിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവരൊക്കെ 3 നേരവും ഭക്ഷണമൊക്കെ ധ്യാനക്കാർക്ക് കൊടുക്കണമല്ലോ. അപ്പം ധ്യാനത്തിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും ഈ സ്നേഹമന്ദിരത്തെയൊക്കെ അറിഞ്ഞ് മറ്റുള്ളവരോട് പറയാനും, അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇടുക്കി രൂപത, കോട്ടയം രൂപതയിലെ വൈദികരെ ഒക്കെ അവിടെ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഈയിടെയും ഈ കോവിഡ് കഴിഞ്ഞ് ഈയിടെയാണ് ധ്യാനം. പിന്നെ സ്നേഹമന്ദിരത്തിൻ്റെ മൂലധനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. എപ്പോഴെങ്കിലും അവിടെ പ്രാർത്ഥന കുറഞ്ഞാൽ അന്ന് അസ്വസ്ഥതയായിരിക്കും. മാനസികരോഗികളിൽ പലരും വയലൻ്റ് ആകും, പല പ്രശ്നങ്ങൾ. കാരണം രോഗികളായി എന്താ പറയുന്നത്, മറ്റുള്ളവരെ അവിടെ സ്നേഹമന്ദിരത്തിൽ മാനസിക രോഗം വന്നിട്ട് ഒരാളെ കൊല ചെയ്ത ഒരു കുറ്റവാളി പോലും സ്നേഹമന്ദിരത്തിലുണ്ട്. മാനസികരോഗി ആയതുകൊണ്ട് ശിക്ഷ ഒഴിവായി അദ്ദേഹത്തെ വിട്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ മരിച്ചു. പക്ഷേ അവനിന്ന് എനിക്ക് തോന്നുന്നത് അവനൊരു 5-6 പേരെ കുളിപ്പിക്കും, നല്ല ശുശ്രൂഷ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നടന്നത് പ്രാർത്ഥന കൊണ്ടാണ്. അവിടെ എപ്പം ചെന്നാലും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ 10 ബുദ്ധിയുണ്ടെന്ന് അനുമാനിക്കുന്ന ബ്രദറും ഞാനും 10 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിലും ശക്തിയാണ് ബുദ്ധിക്ക് വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ 1 പ്രാവശ്യം ദൈവമേ എന്ന് വിളിച്ചാൽ. എനിക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടി എന്നെ ഈ പ്രാർത്ഥന നിയോഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയൊരു പങ്കാളിത്തം വഹിച്ചൊരു വ്യക്തിയുണ്ട്, കട്ടപ്പനയിലുള്ള ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം എന്നെ ഫോട്ടോയ്ക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് വളരെയധികം താല്പര്യമെടുത്ത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം ഓർക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വേദനയിൽ ദുഃഖങ്ങൾ പങ്കുവെക്കാനും സന്തോഷം പങ്കുവെക്കാനും ഒക്കെ ദൈവം ഓരോരുത്തരെ തരും. അങ്ങനെ ഒരു നല്ല ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആളാണ് കട്ടപ്പനയിലുള്ള ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം മാനസാന്തരപ്പെട്ട് ധ്യാനം കൂടി 1,50,000 പേരിൽ കുറയാതെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരുപാട് പേരെ ധ്യാനം കൂടാനായിട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രാർത്ഥന, ആദ്യ കാലഘട്ടത്തിലെ പ്രാർത്ഥനയൊക്കെ എന്നെ ഒരുപാട് പ്രചോദനമായിട്ടുണ്ട് എന്ന് ഞാൻ പറയുക. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും മറ്റും ശരിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അങ്ങനെപ്പോലുള്ളവർ, അല്ല തോമസ് ചേട്ടനെ പോലെയുള്ള, ഇങ്ങനെ പാലാ മരിയസനം, സന്തോഷ് ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പ്രവർത്തനങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ഫലമായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നഗരങ്ങളിൽ, നാട്ടുമ്പുറങ്ങളിലൊക്കെ വഴി കൂടെ അലഞ്ഞു കിടക്കുന്ന ഈ ഭ്രാന്ത് പിടിച്ച മനുഷ്യരെ ഇന്ന് കാണാനില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ സ്കൂളിലോട്ടൊക്കെ പോകുന്ന വഴിക്ക്, അല്ല തിരിച്ചു വരുന്ന വഴിക്ക്, വഴിയിൽ ചിലപ്പോൾ 1-2 ഈ ഭ്രാന്തന്മാർ കാണും. അവരെ പേടിച്ചായിരുന്നു വാസ്തവത്തിൽ ഞങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. ഒരു സുബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെന്ന് കണ്ടാൽ, ഇതുപോലെയുള്ള സ്ഥാപനക്കാരെ അറിയിച്ചാൽ നിശ്ചയമായിട്ട് നിങ്ങൾ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, പിന്നെ അവരെ അവിടെ അധിവസിപ്പിക്കുക. ശരിക്കും ഇത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അത് കത്തോലിക്കരായിട്ടുള്ള വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. വേറെ ആരാ ചെയ്തിട്ടുള്ളത്? ഒരു മദർ തെരേസയ്ക്ക് പകരം വെക്കാൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? അപ്പോൾ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ നമ്മൾ കാത്തലിക്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിന് പ്രചോദനമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്.
എന്നാൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും അപഖ്യാതികളും ഒക്കെ ഇവർ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ എറണാകുളത്ത് മദർ തെരേസയുടെ സെൻറ്ററിൽ അവർ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചു, വിലപേശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഈ ഓൺലൈൻ മഞ്ഞ മാധ്യമക്കാർ അവർ ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള, അതായത് നമ്മൾ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ, തിരിച്ച് ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങളും അപഖ്യാതികളും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സ് മടിക്കാൻ അതൊരു കാരണമായി തീരും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ അങ്ങ് എങ്ങനെയാണ് നേരിടുന്നത്? എനിക്ക് അതേക്കുറിച്ച് പറയാൻ ഇതാണുള്ളത്. പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്നുള്ള റോമ 8:28 വാക്യമാണ്. കാരണം ദൈവമാണ് ഇതിനു വേണ്ടിയിട്ട് വിളിച്ചത്, അല്ലാതെ മനുഷ്യൻ്റെ പ്രചോദനമൊന്നുമല്ലല്ലോ. അപ്പം ഈ നന്മ, ഈയിടെ തന്നെ പാലാമാരിയ സദനത്തിൽ അരിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അത് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേനും അതിൻ്റെ നന്മയെ കണ്ടുകൊണ്ട് ഇന്നിപ്പം പലരും സ്നേഹമന്ദിരത്തിൽ പോലും അതിൻ്റെ നന്മയുണ്ടായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നല്ലതായിട്ട് വരും. അപ്പം ഇതിനെയൊന്നും നമ്മൾ നോക്കണ്ട. കാരണം നമ്മുടെ മുമ്പിൽ എല്ലാവരും യേശുക്രിസ്തുവിന് പീഡകൾ സഹിച്ച് യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ പലരും വിചാരിച്ച് അതോടുകൂടി തീർന്നെന്നാണ്. പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കർത്താവ് നിൻ്റെ പക്ഷത്തെങ്കിൽ ആർക്ക് എതിര് നിൽക്കാൻ പറ്റും? ഒന്നും ചെയ്യത്തില്ല. അവർ പറയട്ടെ, കുറേ പേര് പറയാനായിട്ട് കാണും, അത് അവരുടെ ജോലിയാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ പറയുന്നത്, ബ്രദറെ, ഇദ്ദേഹം ചെയ്യുന്ന ഒരു പാപം ഞാനൊരു 100 പേരോട് 10 പേരോട് പറഞ്ഞാൽ ആ പാപത്തിൻ്റെ പകുതി മേലെ ഞാൻ ഏറ്റു എന്നാണ് പറയുന്നത്. 100 പേരോട് പറയുമ്പോൾ ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇദ്ദേഹം മോചിതനായി ആ പാപം മുഴുവൻ ഞാനും ഈ കേൾക്കുന്നവരോട് കൂടി വഹിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ പാപങ്ങൾ ഇന്ന് മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവസ്ഥ, അവനവന് മറ്റുള്ളവരുടെ കുറവുകൾ പറയുമ്പോൾ അവൻ പാപം ചെയ്തവൻ അല്ലെങ്കിൽ അവൻ്റെ പാപത്തിൻ്റെ സുഖമെങ്കിലും അനുഭവിച്ചു. പാപത്തിൻ്റെ സുഖം അനുഭവിക്കാതെ ഇന്ന് പാപം പേറുന്ന കുറേ മനുഷ്യരുണ്ട്. അങ്ങനെ പറയും. അതൊന്നും നമ്മുടെ വിശ്വാസത്തിനും അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിനും തടസ്സമായി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറയുന്നവർ പറയട്ടെ, അതവരുടെ ജോലിയാണ്. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറവുണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ വിശുദ്ധീകരിക്കട്ടെ, ഞാനിതാ വരുന്നു, ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം കൊടുക്കാനാണ് ഞാൻ വരുന്നതെന്നാണ് വചനം അവിടെ വെളിപാട് പുസ്തകത്തിൽ പൂർത്തീകരിക്കും, 22-ാം അധ്യായത്തിൽ പൂർത്തീകരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പറയാനുള്ളവർ അവരുടെ ജോലി അവർ ചെയ്യുന്നു. നമ്മുടെ ലക്ഷ്യം നല്ലതെങ്കിൽ വിവരക്കേടുകൾ മനുഷ്യനുണ്ടാകാം. കാരണം മനുഷ്യൻ പൂർണ്ണനല്ലല്ലോ. അപൂർണനായ മനുഷ്യനിൽ അറിവില്ലായ്മകൾ ഉണ്ടാകാം. പക്ഷേ അവൻ്റെ ലക്ഷ്യം നല്ലതെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്ര കടന്ന് കളിച്ചാലും അതൊക്കെ അങ്ങ്. ഒത്തിരി സന്തോഷം. അങ്ങ് ഇടുക്കി ജില്ലയുടെ ഒരു അറ്റത്ത് നിന്ന് അങ്ങ് പടമുഖത്ത് നിന്ന് ഇവിടം വരെയും ഇന്ന് രാവിലെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മുടെ പ്രേക്ഷകരോട് അനുഭവങ്ങളൊക്കെ പങ്കുവച്ച അങ്ങയുടെ ഈ സ്നേഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അങ്ങയുടെ ഈ സ്നേഹമന്ദിരത്തിന് വേണ്ടിയും സ്നേഹ താഴ്വരയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇനി മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങും. അതിലുപരി ഇതുപോലെയുള്ള ശുശ്രൂഷകളെ സഹായിക്കുവാനുമുള്ള ഒരു പ്രചോദനം നിശ്ചയമായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പ്രേക്ഷകരോടായിട്ടൊരു വാക്ക്, ഒരു നിയമജ്ഞനോട് ആരാണ് നിൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് കർത്താവ് കൊടുത്ത മറുപടി സമരിയാക്കാരൻ്റെ ഉപമയാണ്. അവസാനം അത് പറഞ്ഞു നിർത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഇന്ന് കർത്താവ് നമ്മളോടും പറയുന്നൊരു കാര്യമാണ്, നീയും പോയി ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുക. ഒന്ന്, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ തളർന്നു പോകാതിരിക്കാൻ, ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
നമുക്ക് ഏതൊക്കെ മാർഗത്തിൽ ഇവരെ സഹായിക്കാൻ പറ്റും. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും. ചില ദിവസങ്ങളിൽ അവിടേക്ക് ഒന്ന് ചെന്ന് ആ ശുശ്രൂഷകളിലൊക്കെ ഒന്ന് നേരിട്ട് പങ്കുചേർന്ന് അങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും. അങ്ങനെ പല വിധത്തിൽ ഇങ്ങനെയുള്ള വിവിധങ്ങളായ സേവനങ്ങളിലൂടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീപിടിച്ചവരിൽ മറ്റൊരു വ്യക്തിയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.